രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കേണ്ടെന്ന ഒരു തെരഞ്ഞെടുപ്പായി ബീഹാർ തെരഞ്ഞെടുപ്പ് മാറുമോ? കാരണം രാഹുൽ ഗാന്ധി വളരെ ഗൗരവതരമായിട്ടാണ് വോട്ട് ചോറെന്നൊക്കെ പറഞ്ഞും വോട്ടധികാരി യാത്ര എന്ന് പറഞ്ഞും വളരെ വലിയ തോതിലാണ് ബീഹാറിൽ ക്യാമ്പയിൻ ചെയ്തത്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് ഈ ക്യാമ്പയിൻ്റെ ഇടയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് ചില അബദ്ധങ്ങൾ പറ്റി. ഈ ക്യാമ്പയിൻ ആളുകൾക്കറിയാം ഇലക്ഷൻ കമ്മീഷനാണ് ഈ ബഹളമൊക്കെ ഉണ്ടാക്കുന്നത്. ഈ SIR മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് പകരം BJPയെയും നരേന്ദ്രമോദിയെയും പ്രതിക്കൂട്ടിൽ നിർത്തുകയും മോഡിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോൾ അത് ബൂമറാങ് ആയിരിക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. 131നും 140നും ഇടയ്ക്ക് സീറ്റ് NDA സഖ്യം പിടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 ഏജൻസികളാണ് അതിൽ സർവേ നടത്തിയിരിക്കുന്നത്. ന്യൂസ് നൗ, ചാണക്യ തുടങ്ങിയ 4 ഏജൻസികൾ ഇതിനകത്ത് സർവേ നടത്തിയിട്ടുണ്ട്, അല്ലെ എക്സിറ്റ് പോൾ പറഞ്ഞിട്ടുണ്ട്. 4 ഏജൻസികളും പറഞ്ഞിരിക്കുന്നത് 130നും 175നും പല റേഞ്ചിലാണ്. റേഞ്ചിൽ 130, 140 പറഞ്ഞവരുണ്ട്, 165, 170, അതായത് 130 മുതൽ 170, 175 വരെ സീറ്റുകൾ പിടിച്ചുകൊണ്ട് NDA സഖ്യം വരുമെന്നും അവിടെ വിശാല സഖ്യം അല്ലെങ്കിൽ മഹാസഖ്യം ഒരു കാരണവശാലും വരാൻ സാധ്യതയില്ലെന്നും അവർ ഒരു കാര്യം കൂടി പറയുന്നു. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഇറങ്ങാതിരുന്നെങ്കിൽ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒന്ന് മാറി നിന്നെങ്കിൽ ഒരുപക്ഷെ തേജസ്വി യാദവിന് കയറി വരാൻ പറ്റുമായിരുന്നു ഒരു വാർത്തയും അവിടെ നിന്ന് വരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ ഞെട്ടിക്കുന്ന വാർത്തയാണ്. കാരണം ഭാവിയിലെ പ്രധാനമന്ത്രിയാകാൻ വരെ ഉടുപ്പടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ആകാൻ യോഗ്യതയുള്ള, അങ്ങനെ കോൺഗ്രസിനകത്ത് അദ്ദേഹമുള്ള പ്രധാന നേതാവ്, യോഗ്യതയുള്ളൊരു നേതാവാണ്. പക്ഷേ അങ്ങനെ ഒരു നേതാവിന് ബീഹാറിൽ നിന്ന് തിരിച്ചടി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് വനവാസത്തിലേക്ക് പോയേ കഴിയുള്ളൂ. വേറെ ഒരു കാര്യവും പറയാൻ കഴിയില്ല. ഇവിടെ എന്ത് തന്നെയായിരുന്നാലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ബീഹാർ വെച്ച് അളക്കേണ്ടി വരുമോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ഭാവിയും കേന്ദ്ര ഗവൺമെൻറ് രാഷ്ട്രീയ ഭാവിയും ബീഹാർ വെച്ച് ചിലപ്പോൾ അളക്കേണ്ടി വരുമെന്നാണ് നമ്മൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് പല രൂപത്തിൽ പറഞ്ഞു വന്നത് എല്ലാവരും. കാരണം നിതീഷ് കുമാർ തോറ്റു പോവുകയും അത് പിന്നെ NDA ബന്ധത്തിൽ ഉലച്ചിലുണ്ടാക്കുകയും അത് പതുക്കെ അതിൻ്റെ വെള്ളത്തിൽ ഉള്ള കുമിളകളെ പോലെ അത് അടിച്ചടിച്ച്, അല്ലെങ്കിൽ തിര പോലെ അടിച്ചടിച്ചത് ഡൽഹിയിലെത്തുകയും പിന്നെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങളും മാനങ്ങളും ഉണ്ടാവുമെന്നാണ് കേട്ടത്. പക്ഷേ അതിൽ നിന്ന് മാറി കൃത്യമായി 131നും അല്ലെങ്കിൽ 130നും 140നും ഇടയ്ക്കുള്ള സീറ്റുകൾ പിടിച്ചുകൊണ്ട് NDA സഖ്യം വലിയ ഒരു മാജിക് നമ്പറിൽ അവിടെ അധികാരത്തിൽ വരികയും അങ്ങനെ മാജിക് നമ്പറിൽ അധികാരത്തിൽ വരുന്നതിനനുസരിച്ച് നമ്മുടെ UP അല്ലെ ഇന്ത്യ മുന്നണിക്ക് വലിയ നാശം സംഭവിക്കുകയും നഷ്ടം സംഭവിക്കുകയും അതിൽ വ്യക്തിപരമായി രാഹുൽ ഗാന്ധിക്ക് നഷ്ടമുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കഷ്ടമാണ്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് NDA എന്ന് പറയുന്നൊരു സഖ്യമോ BJP എന്ന് പറയുന്ന പാർട്ടിയോ മാത്രം പോരാ, കൃത്യമായ പ്രതിപക്ഷവും പ്രതിപക്ഷത്തിന് ശക്തരായ നേതാക്കളുമാണ്. ശക്തരായ ഒരുപിടി നേതാക്കൾ ആവശ്യമുണ്ട്. അങ്ങനെ കോൺഗ്രസ്സിൽ നിന്ന് ശക്തരായ ഒരുപിടി നേതാക്കൾ ഇല്ലാത്തതിൻ്റെ വലിയ ദുരന്തമാണുള്ളത്. ആ നേതാക്കളെ ഉണ്ടാക്കിയെടുക്കുക. അത് രാഹുൽ ഗാന്ധി മാറി നിന്നിട്ടോ കൂടെ നിന്നിട്ടോ എങ്ങനെയായാലും ശക്തരായ ഒരു നേതൃത്വത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് മാത്രമേ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷമായി നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നാളത്തെ ഭരണപക്ഷമാകുവാൻ ശ്രമിക്കുന്നതിൽ ഒരു അർത്ഥവും ഉണ്ടാവുകയുള്ളൂ.